എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ten of Wands, Eight of Wands, Hierophant, Four of Wands, Four of Swords, World card and Nine of Swords energy. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം, ജനുവരി മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി പല കാര്യങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കൈമാറുന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, അതായത് നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചു മറ്റുള്ളവരിലേക്ക് കൈമാറുന്ന ഒരു എനർജി എന്ന് പറയാം. ഈ 10 of Wands എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് പലതിൻ്റെയും പര്യവസാനവും പുതിയ തുടക്കവും എന്നുള്ള രീതിയിൽ കൂടി ആവാവുന്നതാണ് പലരെയും സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്, നോ പറയാൻ മടിയുള്ള ആളുകൾ പ്രത്യേകിച്ച്. അപ്പോൾ നോ എന്നുള്ളൊരു വാക്ക് ചില ആളുകൾക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവരോട് നോ പറഞ്ഞാൽ അവർക്ക് സങ്കടമാകും, അല്ലെങ്കിൽ അവർ അങ്ങനെ പല പല കാരണങ്ങൾ ആലോചിച്ചിട്ട് നോ പറയാറില്ല. മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത വളരെ കൂടുതലാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഭൂരിഭാഗം വീട്ടമ്മമാരെ കുറിച്ച് പറയുമ്പോഴും സ്വയം ഇപ്പോൾ വയ്യാതിരിക്കുന്ന, പനിയായിരിക്കുന്ന സാഹചര്യത്തിലും വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന കാര്യങ്ങൾ നോക്കും, എന്നാൽ സ്വന്തം കാര്യം നോക്കാതിരിക്കുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു സമയം, ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് വരികയാണ്. നോ പറയാനായിട്ട് നിങ്ങൾക്ക് അവസരം വരികയാണ്. നിങ്ങൾ നോ പറയുന്നു എന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പലരെയും സംബന്ധിച്ച് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. കാരണം ആദ്യമായിട്ട് നിങ്ങളിൽ നിന്ന് എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള തിരക്ക്, അതായത് നിങ്ങൾക്ക് പൊതുവെ തിരക്കുകളൊന്നുമില്ല, എല്ലാവർക്കും ചുറ്റിനുമുള്ള എല്ലാവർക്കും തിരക്കുകളാണ് എന്ന് പറഞ്ഞും കേട്ടും ശീലിച്ചിട്ടുള്ളവർക്ക് എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇത് ചെയ്യാൻ നിർവാഹമില്ല എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് നിങ്ങളെ വീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ആയിരിക്കും കൂടുതൽ സർപ്രൈസ് നിങ്ങളെക്കാളും. കാരണം നിങ്ങളെപ്പോഴും അങ്ങനെയായിരുന്നു, എപ്പോഴും ഫ്രീ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറയുമല്ലോ, എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടിരിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എല്ലാവർക്കും എന്നെ വേണം എന്നുള്ളതാണ്. പക്ഷെ അവർ കരുതുന്നത് നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ടൈം കളഞ്ഞിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ടൈം കൊടുക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു എനർജിയാണ്. അതിനി ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ലൈഫിൽ നിങ്ങളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഹൗസ് വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡിനോ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അല്ലാത്തവരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നു കൃത്യമായിട്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയം വേണം എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 8 of Wands എനർജിയാണ്. സർക്കാർ ജോലിയിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളിലൊക്കെ പൊതുവേ പുറകോട്ടേക്കാണ്, അല്ലെങ്കിൽ സമയമെടുക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ നിന്ന് മാറി പെട്ടെന്ന് ഇവിടുന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതേപോലെ നല്ല പേര് കേൾക്കാനും അല്ലെങ്കിൽ നല്ല വാക്ക് കേൾക്കാനും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സർക്കാർ ജോലി ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടെങ്കിൽ സർക്കാരിന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടുന്നു എന്നുള്ളതിൻ്റെ തൃപ്തിയും സന്തോഷമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ, അതേപോലെ ടാക്സ്, ബാങ്ക് അതുപോലുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ വരുമാനം സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടിടത്ത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാക്കി തരുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു പോകുന്ന സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ലോൺ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുക്കാൻ ശ്രമിക്കുന്നവർക്കും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടത്തുന്ന ഇടപാടുകൾ കാര്യങ്ങൾ, അതേപോലെ തന്നെ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നടത്തുന്ന ഇടപാടുകളിലൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പെട്ടെന്ന്
പെട്ടെന്ന് സമയം പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചെയ്തു വെക്കാനുള്ളതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുക. അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മത്സര പരീക്ഷകളോ കാര്യങ്ങളൊക്കെ എഴുതുന്നവരാണെങ്കിൽ കാലേക്കൂട്ടി കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി നേരത്തെ ചെയ്തു വെക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കും വരുന്നത്. അതുകൊണ്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഹൈറഫൻ്റെ എനർജിയാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരൊക്കെ പൊതുവേ ഒരു ഭക്തിമാർഗത്തിലേക്ക് ഇങ്ങനെ ആത്മീയതയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നൊരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് പൊതുവേ ഈ ഒരു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകൾ ഭയങ്കരമായിട്ട് നിങ്ങളെ പിടികൂടിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടും ആവാം ഇപ്പോൾ പെട്ടെന്നൊക്കെ കാര്യങ്ങളും നിങ്ങളായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടുന്നത് നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്ന് അകന്ന് കൂടുതൽ ദൈവം ഭക്തി ആ മാർഗത്തിലേക്ക് പോകുന്നുണ്ടാവാം. ചില ആളുകൾ എന്തെങ്കിലും ആശ്രമങ്ങളോ അതുപോലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷനിലേക്കൊക്കെ ചേരുന്നുണ്ടാവാം. അപ്പോൾ കൂടുതൽ സമയം മണിക്കൂറുകൾ അവിടെ ചിലവഴിക്കുന്നു. അതുപോലുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ ചിലവഴിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ മാറിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ അധികം സമയം ചിലവഴിക്കാറില്ല എന്നുള്ളത്, എത്രയും പെട്ടെന്ന് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തിട്ട് അതിലേക്ക് പോകുന്ന ഒരു രീതി കാണിക്കുന്നുണ്ട്. ആത്മീയതയും ദൈവികതയൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷേ മറ്റു കാര്യങ്ങളിൽ കൂടി സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. ഇവിടെ മറ്റൊരു കാര്യം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ കാണാത്തത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫാമിലിയായിട്ട് സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഫാമിലിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു എനർജിയാണോ ഉള്ളത്. അപ്പോൾ അവർ പറയാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാത്തതെന്നുള്ളൊരു ആരോപണവും ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. ഒരു ബോർഡർ ലൈൻ എല്ലാത്തിനും വയ്ക്കുക, ആരോ എന്താ എവിടെ എങ്ങനെ എന്നുള്ളത്. പൊളിറ്റിക്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പൊളിറ്റിക്സിലൊക്കെ വളരെ ഉയരത്തിലേക്ക് പോകുന്ന സമയമാണ്. പൊളിറ്റിക്സ് അതേപോലെ ഭക്തി മാർഗം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, യോഗ മെഡിറ്റേഷൻ കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ ഏറി നിൽക്കുന്നു എന്ന് പറയാം. 4 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ കുറച്ചധികം നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട്, ചില ആളുകൾ കുറച്ച് ഡിപ്രസീവ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ചില ആളുകൾ ഭയങ്കര ഹോം സിക്ക് ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലെ കാണണം എന്നുള്ളത്, വിദേശത്തൊക്കെയുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് വളരെ ഹോം സിക്കായിട്ട് ഫാമിലിയായിട്ട് സംസാരിക്കണം, അവരുടെ കൂടെ സമയം ചെലവഴിക്കണം എന്നുള്ളൊരു എനർജി. ഒരു പല ബന്ധങ്ങളിലും പറയുകയാണെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്ത, നിങ്ങളെ സ്വീകരിക്കാത്ത, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാത്ത, സഹകരിക്കാത്ത, കെയർ ചെയ്യാത്ത ചില ബന്ധങ്ങളും, അങ്ങനെയുള്ള ബന്ധങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബന്ധങ്ങളിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡ് കാർഡാണ്. അപ്പോൾ ട്രാവൽ സിറ്റുവേഷനുണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങൾ എല്ലാത്തിനും എന്തിനും ഏതിനും നിങ്ങൾ ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ യാത്രകളാണെങ്കിലും ഏത് കാര്യത്തിലും നിങ്ങൾ സ്വന്തമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സോളോ ട്രിപ്പ് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ യാത്രകൾ, ജീവിതം മുന്നോട്ടേക്ക് ആണ് പോകുന്നത്. അതുകൊണ്ട് ഇനി പല കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നേടാനും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ വേൾഡ് കാർഡ് എനർജി സക്സസ്ഫുൾ ആകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു വരുന്ന മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ആൻഡ് യു ആർ ഫ്രീ ടു ചൂസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ. അതായത് പൊതുവേ നിങ്ങളിത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ, നിങ്ങൾക്കൊരു ചോയ്സ് ഇല്ലായിരുന്നു, അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് വരികയാണ്. നിങ്ങൾ തീരുമാനിക്കുന്നു എനിക്കിതാണ് എന്ന് പറയുമ്പോഴേ തീരുമാനിക്കുകയും ചെയ്ത് അതിലേക്ക് കടക്കുന്ന ഒരു എനർജി ഉണ്ട്. ഈ ഒരു എനർജി, 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ഭയമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് വളരെയധികം മാറ്റത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് യു ആർ ലീവിങ് ഓൺ യുവർ ഓൺ ടേംസ്. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആഗ്രഹത്തിന്, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കുക, സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് പുറത്തു പോയി കഴിക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ പലതരത്തിലുള്ള സ്ട്രെസ്സ് കാര്യങ്ങൾ അതോടൊപ്പം ഉണ്ടാകും. കാരണം ഒരു ആങ്സൈറ്റി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, പിന്നെ ചുറ്റുപാടുമുള്ള ആളുകൾ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളൊരു സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും അതുള്ള കാര്യമാണ്. പക്ഷേ
അതിനെ അമിതമായിട്ട് അങ്ങ് ഇതാക്കാതിരിക്കുക. അങ്ങനെ ഒരു ആലോചന വരുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തിയിരിക്കുന്നു. ഈ ജീവിതത്തിലെ സന്തോഷം നിങ്ങൾ മനസ്സിലാക്കി ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതിൽ തൃപ്തി കണ്ടെത്തുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.